ത്രിയേക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 13 മുതൽ 15 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 15-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ഈ 3 സങ്കീർത്തനങ്ങളുടെയും രചയിതാവ് ദാവീദാണെന്ന് കരുതപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ വരച്ചു കാട്ടുന്നതാണ്. എന്നാൽ ഈ 3 സങ്കീർത്തനങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ 3 അവസ്ഥകളെ തുറന്നു കാണിക്കുന്നു. 13-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ നിശബ്ദതയോടുള്ള മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ്. സഹായം അപേക്ഷിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനാ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഇത്. എന്നാൽ 14-ാം സങ്കീർത്തനത്തിൽ ബലഹീനരായ നീതിമാന്മാർക്ക് അവരുടെ ജീവിത ദുരിതങ്ങളുടെ മധ്യത്തിൽ പ്രചോദനം അരുളുന്ന ഒരു സങ്കീർത്തനമാണ്. എന്നാൽ 15-ൽ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുവാനുള്ള ഒരു മനുഷ്യൻ്റെ യോഗ്യതയെ ചിത്രീകരിക്കുന്ന ഒരു സങ്കീർത്തനമാകുന്നു. ഈ പ്രഭാതത്തിൽ 15-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവസന്നിധിയിൽ പ്രവേശിച്ചവരുടെ ജീവിതശൈലി എപ്രകാരമായിരിക്കണം എന്ന് അവിടെ പറയുന്നു. ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ആചാരപരമായ അനുഷ്ഠാനങ്ങളല്ല, മറിച്ച് ജീവിത രീതിക്കാണ് പ്രധാനം. ദൈവിക പ്രബോധനങ്ങളോട് സ്ഥിരമാനസരായി തുറന്ന സമീപനം സ്വീകരിക്കുക. ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെയും വക്രതയുള്ളവരുടെയും ദൈവ നിഷേധികളുടെയും ജീവിത ശൈലിയിൽ നിന്നും ഒഴിഞ്ഞു ജീവിക്കുക. ഔദാര്യശീലം ഉള്ളവരാകുക. അങ്ങനെ കുടുംബത്തിലും ആരാധനാ സമൂഹത്തിലും അവർ വ്യത്യസ്തമായ ജീവിത മൂല്യങ്ങൾ ഉള്ളവരായി മുന്നേറണം. ലാഭക്കൊതിയിൽ നിന്നും ചൂഷണ മനോഭാവത്തിൽ നിന്നും അകന്ന് ജീവിക്കുക. നാവുകൊണ്ട് വ്യാജം സംസാരിക്കാതെ വ്യക്തമായ ദർശനത്തോടും കാഴ്ചപ്പാടോടും കൂടെ ജീവിക്കുക. ഇത്തരത്തിൽ തങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയിൽ കാണിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നവരുടെ ജീവിത ശൈലി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവരുടെ മേന്മ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, ദൈവം എന്താണ് ഒരു വിശ്വാസിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഇസ്രായേൽ ജനതയുടെ പരമ്പരാഗത വിശ്വാസത്തിൽ യാഗങ്ങളിലൂടെ ആയിരുന്നു ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നത്. എന്നാൽ ന്യായം, നീതി, സ്നേഹം, ദൈവിക പരിജ്ഞാനം തുടങ്ങിയ മൂല്യങ്ങളാണ് ഒരു വിശ്വാസിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ഇവയോട് നീതി പുലർത്തുന്നതാണ് നാം ഇന്ന് വായിച്ചതായ ഈ സങ്കീർത്തനവും. വിശ്വാസിയുടെ നടപ്പും പ്രവൃത്തിയും കൂറുമെല്ലാം ദൈവരാജ്യത്തിന് ചേരുന്ന വിധത്തിലായിരിക്കണം. മാത്രമല്ല, ഒരു വിശ്വാസിക്ക് ദൈവസന്നിധിയിലെ ഏറ്റവും വലിയ അർപ്പണം എന്ന് പറയുന്നത് സ്വന്തം ജീവൻ തന്നെയാണ്. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുവാനും ദൈവിക ബലം അനുഭവിപ്പാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അത്തരത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ കൂടാരത്തിൽ വസിക്കുവാനും ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും ദൈവിക ബലം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ഉറച്ചു നിൽപ്പാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.